നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കാണുന്നുണ്ട്, പോസിറ്റീവ് കാണുന്നുണ്ട്. പക്ഷേ പോസിറ്റീവാണ്, വളരെ സൂപ്പർ പടം. ലാലേട്ടൻ്റെ എപ്പോഴും ഉള്ള ആ ഒരു ഇത് മാത്രം കാണാതെ ഇതൊരു വെറൈറ്റി പടം എന്നുള്ള രീതിയിൽ ആക്ഷൻ പടം വളരെ ഗംഭീരമായിട്ടുണ്ട്, ഒരു സംശയമില്ല. നമ്മൾ നിരാശയോടുകൂടി കുറച്ച് നിരാശയോടുകൂടിയാണ് വന്നതെങ്കിലും നിരാശയില്ല, വളരെ എൻജോയ് ചെയ്തു എല്ലാവരും. ഒരു രക്ഷയില്ല, ഈ പ്രായത്തിന് ലാലേട്ടൻ എടുക്കുകയാണ്. നല്ല പെർഫോമൻസ്, നല്ല രീതിയിൽ എല്ലാവരും മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഡയറക്ഷനെ കുറിച്ച് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഞാൻ പൃഥ്വിരാജ് ഫാനല്ല, പക്ഷെ എന്നാലും ഒരു രക്ഷയില്ല. നല്ല ഡയറക്ഷനാണ്, നല്ല പടമാണ്. പറയുന്ന ഇതിലെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു സിനിമയായിട്ട് തന്നെ കണ്ടാൽ ഇപ്പൊ ഈ പടം ബഹിഷ്കരിക്കണം എന്ന രീതിയിൽ പോലും പിന്നെ പൃഥ്വിരാജിന്റെ മേക്കിംഗ് എല്ലാം അടിപൊളി. ലൂസിഫറെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെ ഒരു മേക്കിംഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നല്ല ഇന്റർനാഷണൽ ലെവലിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ലാർജ് സ്കെയിൽ പടമാണ്, ഉള്ളിവശം ചെറിയ പടമെന്നാ പറഞ്ഞത്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടുണ്ട്, അല്ല എല്ലാവരും വന്ന് ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? മഞ്ജു ചേച്ചി, ടോവിനോ എല്ലാം നല്ല നല്ല രാഷ്ട്രീയത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്? രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു ഇത് നോക്കണ്ട. സിനിമയുടെ അത് മാത്രമല്ല, ഇപ്പം സിനിമയെ കാണിക്കുന്നത് എല്ലാം സത്യമല്ലല്ലോ, അത് എഴുതി തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആ രീതിക്ക് എടുക്കണ്ട. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഇത് അങ്ങനെ കാണണ്ട. ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഇതായിട്ട് കാണണ്ട. നമ്മളിപ്പം രാഷ്ട്രീയത്തിലുള്ളവർ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു. പടം സെൻസറിങ് പോലും ചെയ്തത് നോക്കിയും കണ്ടല്ല അവർ ചെയ്തത് എന്നൊക്കെ രീതിയിലൊക്കെ ചർച്ച. രാഷ്ട്രീയക്കാർ അവരുടേതായ രീതിയിലല്ലേ പറയുന്നത്. നമ്മൾ സാധാ ജനങ്ങളൊക്കെ സിനിമ കാണുന്നു, ആസ്വദിക്കുന്നു, പോകുന്നു. ഇത് പറഞ്ഞത് കേട്ട് വിശ്വസിച്ചല്ലല്ലോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. നമുക്കറിയാലോ എന്തൊക്കെയാണ് നടന്നതെന്ന്, എന്തെന്നെല്ലാം അറിയാം. പിന്നെ ഇതിലെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ അത് നമ്മൾ തലയെ കയറ്റേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ യുവജനങ്ങളാരും ഇത് തലയെ കയറ്റത്തില്ല, ചുമ്മാ പറഞ്ഞു കേട്ടാതിരുന്നാൽ മതി. പടം നല്ല നല്ല ഇതുണ്ട്. മഞ്ജു വാര്യറിനൊക്കെ നല്ല സ്പേസ്, കുറച്ചും കൂടെ അതെ മഞ്ജു വാര്യറിന് ക്യാരക്ടർ വൈസ് കുറച്ചും കൂടെ റീച്ച് കിട്ടി. പിന്നെ മൊത്തത്തിൽ കൊള്ളല്ല. നമ്മൾ കാണാൻ ഇന്നലത്തേക്ക് റിവ്യൂ ഡബിൾ ഇതുണ്ടായിരുന്നല്ലോ. കൊള്ളാന്ന് പറയുന്നുണ്ട്, കൊള്ളത്തില്ലെന്ന് കുറച്ചുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ കാണാമെന്ന് വിചാരിച്ചിരുന്നതാ. പിന്നെ എന്തായാലും ബുക്ക് ചെയ്യാന്നും പറഞ്ഞ് നമ്മൾ 10-14 ഫാമിലി ആയിട്ട് വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പം ഒരു കുഴപ്പവും പറയാനില്ല. ഒരു ഇന്റർനാഷണൽ ടച്ചിലുള്ള രീതിയിൽ തന്നെ ഒരു ബോളിവുഡ് ടച്ച് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ ഉള്ളൊരു കുറച്ചുകൂടി ഇഷ്ടമായത് കുറച്ചുകൂടി ലാർജ് സ്കെയിലായിട്ട് പറഞ്ഞല്ലേ. മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജ് ഡയറക്ഷൻ, മേക്കിംഗ് അടിപൊളിയാണ്, ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മഞ്ജു ചേച്ചി, ടോവിനോ എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല പടമാണ്, പോയി കാണണം. എന്താ ഇഷ്ടപ്പെട്ടത്? രണ്ടാമത്തെ പ്രാവശ്യം എന്താ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത്? എന്താണ് ഈ ഒരു സിനിമയിൽ രണ്ടാമതും കാണാനായിട്ട്? അതല്ല അങ്ങനെയില്ല, എന്നാലും നല്ല പടമായിരുന്നു. ഒരു നല്ലൊരു എന്താ പറയുക, മോഹൻലാൽ നല്ലായിരുന്നു. പുള്ളിയുടെ ഇന്റർവ്യൂ കാര്യമൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ മഞ്ജു ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ടോവിനോ എല്ലാവരും നല്ലായിരുന്നു. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇവിടെ എന്താ പറയുക? ആ പറഞ്ഞോ. ആരായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടതില്? ലാലേട്ടനായിരുന്നോ, ടോവിനോ ആയിരുന്നോ, മഞ്ജു ആയിരുന്നു? എല്ലാവരും എന്നാലും കൂടുതൽ ഒരുപാട് സിനിമ ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ട? മോഹൻലാൽ അങ്ങളുടെ ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഇവിടെയോ എങ്ങനെയുണ്ട്? സിനിമ ഇഷ്ടമായോ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു.